dear children, welcome to Kids Area Online. അഞ്ചാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, നമുക്കപ്പോൾ നോക്കാം, ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. അതിനു മുൻപ് കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കേരള സ്റ്റേറ്റ് സിലബസിലെ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. LKG UKG ക്ലാസ്സസ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവയുടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഇതൊക്കെ കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. സൂമിൽ ലൈവ് ക്ലാസ് ആണ് നൽകുന്നത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പർ മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799. ഫീസ് നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർക്ക് ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. ഓക്കെ, 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നമുക്ക് പോകാം. ഇംഗ്ലീഷ് എക്സാം ആയിരുന്നു അല്ലേ? ഇതിൽ ആക്ടിവിറ്റി 1 കമ്പൽസറി ആണ്. ബാക്കിയുള്ള ആക്ടിവിറ്റീസിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 2 മുതൽ ആക്ടിവിറ്റി 7 വരെയുണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതിയാൽ മതി. ആക്ടിവിറ്റി 1 കമ്പൽസറി ആണ്. ഫസ്റ്റ് ആക്ടിവിറ്റി റീഡിംഗ് കോംപ്രിഹെൻഷൻ ആയിരുന്നു. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നത് ഒരു പാരഗ്രാഫ് നൽകിയിട്ടുണ്ടാകും. അത് വായിച്ച ശേഷം അതിന് താഴെ നൽകിയിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക എന്നുള്ളതാണ്. ഇവിടെ ദ ഫണ്ണി ക്ലൗൺ എന്ന് പറയുമ്പോൾ രസകരമായ കോമാളി. ബോബി വാസ് എ ക്ലൗൺ ഹു ലവ് ടു മേക്ക് പീപ്പിൾ ലാഫ്. ആളുകളെ ചിരിക്കാൻ ഇഷ്ടപ്പെട്ട ഒരു കോമാളിയായിരുന്നു ബോബി. ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. അവൻ ധരിച്ചിരുന്നത് വലിയ നീല ഷൂസ് ധരിച്ചിരുന്നു. എ കളർഫുൾ വിഗ്, നല്ല കളർഫുൾ നല്ല പല നിറത്തിലുള്ള വിഗ്, തലയിൽ വെക്കുന്ന വിഗ് ഉണ്ട്. ആൻഡ് ഹാഡ് എ റൗണ്ട് റെഡ് നോസ്. എന്നിട്ടോ ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചുവന്ന മൂക്കുമാണ് ഈ ക്ലൗൺ കോമാളി ധരിച്ചിരിക്കുന്ന വേഷം. എവരി ഡേ, എല്ലാ ദിവസവും ഹി വുഡ് ഗോ ടു ദ പാർക്ക് ടു പെർഫോം ട്രിക്സ്. അദ്ദേഹത്തിന്റെ ഓരോ തന്ത്രങ്ങൾ കാണിക്കാനായിട്ട് എല്ലാ ദിവസവും പാർക്കിൽ പോകും. ഹി കുഡ് ജഗിൾ 3 balls, ride a teeny bike and make funny faces. എന്തൊക്കെ ചെയ്യും? അദ്ദേഹം 3 പന്തുകൾ ഉപയോഗിച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. 3 പന്തുകൾ ഉപയോഗിച്ച് കൈകാര്യം ചെയ്യും. പിന്നെ ഒരു ചെറിയ ബൈക്ക് ഓടിക്കും. അതുപോലെ തന്നെ തമാശയുള്ള മുഖങ്ങളും കാണിക്കും. ഇതായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. The children in the park always giggled when Bobby did his silly dance. ബോബി ഇതുപോലെ പാർക്കിൽ മണ്ടൻ നൃത്തം ചെയ്യുമ്പോഴും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോഴത്തേയും പാർക്കിലുള്ള കുട്ടികളെല്ലാവരും ചിരിക്കും. One day, while Bobby was juggling the balls, ഒരു ദിവസം ബോബി ഇങ്ങനെ 3 പന്തുകൾ തട്ടുമെന്ന് പറഞ്ഞല്ലോ, ആ പന്തുകൾ തട്ടുകയായിരുന്നു. He slipped on a banana peel. ഈ അറിയാലോ, വാഴപ്പഴത്തിന്റെ തൊലി, അതിൽ സ്ലിപ്പ് ചെയ്ത് വഴുതി എന്ത് ചെയ്തു? തെന്നി വീണു. ബോബി തെന്നി വീണു. Instead of being upset, he got up and laughed. എന്താ, അസ്വസ്ഥനാകുന്നതിന് പകരം, ആ ഒരു വീഴ്ചയിൽ ഒരു അപ്സെറ്റ് ആവുന്നതിന് പകരം അവൻ ചാടി എണീറ്റിട്ട് ചിരിക്കാൻ തുടങ്ങി. ദ കിഡ്സ് cheered. കുട്ടികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? നല്ല സന്തോഷത്തിലായി, അവർ ആഹ്ലാദിച്ചു. ആൻഡ് ബോബി കണ്ടിന്യൂഡ് ഹിസ് ട്രിക്സ് ടു മേക്ക് എവരിവൺ laugh. കുട്ടികൾ എല്ലാവരെയും ചിരിപ്പിക്കാൻ വേണ്ടി ബോബി തൻ്റെ തന്ത്രങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഇതാണ് ഫണ്ണി ക്ലൗൺ എന്ന ചെറിയൊരു പാരഗ്രാഫ്. ഇതിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബോബി വെയർ ഓൺ ഹിസ് ഫീറ്റ്? കാലിൽ എന്താണ് ബോബി ധരിച്ചിരുന്നത്? ഹി വോർ ബിഗ് ബ്ലൂ ഷൂസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ബിഗ് ബ്ലൂ ഷൂസ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ബോബി പെർഫോം ദ ട്രിക്സ്? എവിടെയാണ് ബോബി ഈ ട്രിക്സ് തന്ത്രങ്ങൾ പെർഫോം ചെയ്തിരുന്നത്? എവിടെയാണ് ഇത് കാണിച്ചു കൊണ്ടിരുന്നത്? എവിടെയാണ്? അറ്റ് ദ പാർക്ക്. പാർക്കിലല്ലേ പോവാ? അറ്റ് ദ പാർക്കിൽ പോയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. മൂന്നാമത്തെ ചോദ്യം, ബോബി സ്ലിപ്പ് ഓൺ. ബോബി എന്തിലാണ് തെന്നി വീണത്? എന്തിൽ ചവിട്ടിയിട്ടാണ്? എ റോക്ക്, എ ബോൾ, എ ബനാന പീൽ, എ ടിനി ബൈക്ക്. എന്തിലാണ്? എ ബനാന പീൽ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓക്കെ, ഇവിടെ ഓപ്ഷൻ 1 ഓപ്ഷൻ ഡി, 2 ഓപ്ഷൻ ബി, 3 ഓപ്ഷൻ സി. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ബോബി ഡു വെൻ ഹി ഫെൽ ഡൗൺ? അവൻ വീണപ്പോൾ എന്താണ് ചെയ്തത്? ബോബി വീണുവല്ലോ. ബോബി വീണപ്പോൾ എന്താണ് ചെയ്തത്?
പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എല്ലാവരെയും ചിരിപ്പിച്ചു അല്ലേ? ഹി ലാഫ്ഡ് ആൻഡ് ഗോട്ട് അപ്പ്. കരഞ്ഞില്ല, ദേഷ്യം വന്നില്ല, അസ്വസ്ഥനായില്ല. എന്താ ചെയ്തേ? ഹി ലാഫ്ഡ്. സി ആണ് കറക്റ്റ് ഉത്തരം. ഹി ലാഫ്ഡ്, ചിരിച്ചു. ആൻഡ് ഗോട്ട് അപ്പ്, ചാടി എണീറ്റ് എന്ത് ചെയ്തു? ചിരിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് ദ വേർഡ് ചിയേർഡ് മീൻ ഇൻ ദ സ്റ്റോറി? ചിയേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് ഈ സ്റ്റോറിയിൽ? ദ കിഡ് ചിയേർഡ് ആൻഡ് ബോബി കണ്ടിന്യൂഡ് ഹിസ് ട്രിക്സ് ടു മേക്ക് എവറി വൺ ലാഫ്. അപ്പോൾ എന്താണ് ചിയേർഡിന്റെ മീനിങ്? ഷൗട്ടഡ് ഹാപ്പിലി, ഉച്ചത്തിൽ സന്തോഷിക്കുക, നല്ല ഉറക്കെ സന്തോഷിക്കുക, ഉച്ചത്തിൽ ചിരിക്കുക എന്ന് പറയത്തില്ലേ? അതാണ്. കുട്ടികൾ ആഹ്ലാദിക്കുക, ആഹ്ലാദിച്ചു, അതാണ് മീനിങ്. അപ്പോൾ ആംഗ്രി അല്ല, ക്രൈഡ് അല്ല, ക്ലാപ്ഡ് അല്ല, ഷൗട്ടഡ് ഹാപ്പിലി. എ ആണ് ശരി ഉത്തരം. അപ്പൊ ഈ 5 ഉത്തരവും നിങ്ങൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ. എഴുതിയില്ലേ? യെസ്. സെക്കൻഡ് ആക്ടിവിറ്റി റിഡിലാണ്. ഫസ്റ്റ് വൺ തന്നിട്ടുണ്ട്. ഐ മൂവ് ഓൺ ട്രാക്സ്, ഐ ഡോണ്ട് ഹാവ് ഫീറ്റ്, ഐ മേക്ക് എ ലൗഡ് സൗണ്ട്, ഐ ക്യാരി പീപ്പിൾ ഫ്രം പ്ലേസ് ടു പ്ലേസ്, ഹൂ ആം ഐ? ആൻസർ ട്രെയിൻ എന്ന് നൽകിയിട്ടുണ്ട്. അതുപോലെ ദാ ഇവിടെ ഒരു പിക്ചർ നൽകിയിട്ടുണ്ട്. ഈ പിക്ചർ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റിയ ഒരു റിഡിൽ തയ്യാറാക്കുക. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഒരു ഭാഗം തന്നെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഐ ആം നോട്ട് ദ സൺ, ഞാൻ സണ്ണല്ല. ഐ ഷൈൻ ആറ്റ്, ഞാൻ പ്രകാശിക്കുന്നത്. എന്താണ്? കണ്ടിട്ട് എന്ത് തോന്നുന്നു? മൂൺ. യെസ്. ഐ ആം നോട്ട് ദ സൺ, ഞാൻ സണ്ണല്ല. ഐ ഷൈൻ ആറ്റ്, ഞാൻ പ്രകാശിക്കുന്നു. എപ്പോഴാ? അറ്റ്. എപ്പോഴാ പ്രകാശിക്കുക? നൈറ്റ്. ഇവിടെ എന്താ എഴുതാനുള്ളത്? നൈറ്റ്. ഐ ഷൈൻ അറ്റ് നൈറ്റ്. ഓക്കെ. മൂന്നാമത് എന്താ വരിക? നമുക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെന്റൻസ് നിങ്ങളുടെ പോയത്തിൽ പഠിക്കാനുണ്ട്. എന്താണ്? മൈ ഫേസ് ഈസ് ലൈക്ക് ദ ക്ലോക്ക് ഓൺ ദ വാൾ. ഇത് ക്ലോക്ക് ഓൺ ദ വാൾ, ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എഴുതാം. വേറെ എന്തെഴുതാം? ഐ ചേഞ്ച് ഷേപ്പ്, ഐ ചേഞ്ച് മൈ ഷേപ്പ്, ഞാൻ എൻ്റെ ആകൃതി മാറ്റിക്കൊണ്ടേയിരിക്കും. ത്രൂ ദ മന്ത്, മാസത്തിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ആകൃതി മാറ്റിക്കൊണ്ടേ ഇരിക്കും. ഇത് തന്നെ ആയിരിക്കില്ല നിങ്ങൾ എഴുതിയത്. ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എഴുതാം. റിഡിൽ എഴുതാനുള്ളതാണ്. ഹൂ ആം ഐ, ഞാൻ ആരാണ്? ആൻസർ കൂടി എഴുതുക. ആൻസർ എന്തായിരുന്നു? മൂണായിരുന്നു ആൻസർ. ഓക്കെ. ടീച്ചറോട് ഒരു ക്ലൂ തന്നേ ഉള്ളൂ. നിങ്ങൾ പഠിച്ചത് തന്നെ ഫസ്റ്റ് സെന്റൻസ് എഴുതി. അതുപോലെ മൂൺ എന്താ ചെയ്യുന്ന? ഷേപ്സ് മാറുന്നു. അതൊക്കെ ചേർത്തിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ആൻസർ മൂണായിരുന്നു. ആക്ടിവിറ്റി 3യിലേക്ക് പോവാം. ആക്ടിവിറ്റി 3, ലെറ്റ്സ് എഡിറ്റ്. ഇതിൽ കുറച്ച് തെറ്റുകളുണ്ട്, അത് എഡിറ്റ് ചെയ്യുക. ഹിയർ ഈസ് എ സ്റ്റോറി അബൌട്ട് എ പപ്പി. ഒരു പപ്പിയെ കുറിച്ചുള്ള സ്റ്റോറിയാണ്. റീഡ് ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ഇറ്റ്. ഇത് വായിച്ച് കറക്റ്റ് ചെയ്യുക. റാണി ആൻഡ് റോഹൻ. അപ്പോൾ റോഹനിൽ തെറ്റുണ്ട്. എന്താണ് തെറ്റ്? റോഹൻ എന്ന് പറയുന്നത് ഒരു പേരാണ്. പേരാകുമ്പോൾ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ എഴുതുക? റോഹൻ, ROHAN, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. റോഹൻ വേർ ഗുഡ് ഫ്രണ്ട്സ്, അവർ നല്ല കൂട്ടുകാരാണ്. ദേ വേർ, കം വരത്തില്ല, കെയിം വരത്തില്ല. എന്തായിരിക്കും വരിക? ദേ വേർ, ഇവിടെ കോമയാണ്. ദേ വേർ ഫ്രം ദ സ്കൂൾ സഡൻലി, പെട്ടെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ എന്താ വരിക? അവർ വരുന്ന വഴിക്ക് വന്നുകൊണ്ടിരുന്നപ്പോൾ. അപ്പോൾ അത് ഇപ്പോൾ നടക്കുന്നതാണ്. അപ്പോൾ എന്താ എഴുതാ? കമ്മിങ്. They were coming from the school. Suddenly they saw, എന്താ കണ്ടേ? ക്യൂട്ട് പപ്പി. അതിന് മുമ്പ് എന്താ ചേർക്ക? ദാ അല്ല, എ ക്യൂട്ട് പപ്പി. Suddenly they saw a cute puppy. They tried, by take അല്ല, they tried to take the puppy home. They tried to take the puppy home. But the puppy, പക്ഷെ പപ്പി എന്ത് ചെയ്തു? ഫാസ്റ്റ് റാൻ അവേ അല്ല, ആദ്യം റാൻ എഴുതുക. റാൻ ഫാസ്റ്റ് അവേ, ദൂരേക്ക് വേഗത്തിൽ ഓടിപ്പോയി. ഓക്കെ. അപ്പോൾ അതിൽ ഫസ്റ്റ് റോഹൻ, ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ. സെക്കൻഡ് ബി, കമ്മിങ്. തേർഡ് എ, ഡി, ടു, ഇ,
ran fast away. ഓക്കെ, ഇപ്പം ഇതെല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഈസി ആയിരുന്നു. തെറ്റിപ്പോയവർക്ക് മനസ്സിലായല്ലോ? യെസ്. ഇനി നിങ്ങൾക്ക് ഉള്ളത് സ്വന്തമായിട്ട് എഴുതാനുള്ളതാണ്. ലെറ്റ്സ് ചാറ്റ്, കോൺവെർസേഷൻ. ഹാവ് നോട്ട് യു റീഡ് ദ സ്റ്റോറി ദ ഹണി മാംഗോ ട്രീ? ഹണി മാംഗോ ട്രീ വായിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ. റഷീദ് saw an old man lying under a tree groaning in pain. റഷീദ് ഒരു വയസ്സായ മനുഷ്യനെ കണ്ടു. മരത്തിന് കീഴെ ഒരു വയസ്സായ മനുഷ്യനെ കണ്ടു. വേദന കൊണ്ട് പുളയുന്ന ഒരു മനുഷ്യൻ മരത്തിന് കീഴെ ഇരിക്കുന്നത് റഷീദ് കണ്ടു. റഷീദ് വാണ്ടഡ് ടു ഹെൽപ്പ് ദ ഓൾഡ് മാൻ. റഷീദ് ആഗ്രഹിച്ചു, ആ മനുഷ്യനെ, ആ വൃദ്ധനെ സഹായിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഹി വെന്റ് ടു ദ വുമൺ ഇൻ ദ നിയർ ബൈ ഹൗസ് ടു ഗെറ്റ് സം വാട്ടർ. അടുത്തുള്ള വീട്ടിൽ എന്തിനാ, തൊട്ടടുത്തുള്ള വീട്ടിലോ ഉള്ള സ്ത്രീയുടെ അടുത്തേക്ക് പോയി എന്ത് ചോദിച്ചു? വെള്ളം ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചു. ഓക്കെ, അപ്പോൾ ബാക്കി എന്ത് ചെയ്യണം? കോൺവെർസേഷൻ എഴുതണം. ഫസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഡിയർ ലേഡി, റഷീദ് പറയാണ്, ഡിയർ ലേഡി കുഡ് യു പ്ലീസ് ഹെൽപ്പ് മീ? സഹായിക്കാനായിട്ട് കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വുമൺ എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടോ? വാട്ട് ഹെൽപ്പ് ഈസ് നീഡഡ്? എന്ത് സഹായമാണ് വേണ്ടത്? വാട്ട് ഹെൽപ്പ് ഈസ് നീഡഡ് നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. വാട്ട് ഹെൽപ്പ് ഈസ് നീഡഡ് അത് നമുക്ക് അങ്ങനെ ചേർക്കാം. എന്ത് സഹായമാണ് വേണ്ടത് എന്നതായിരിക്കും അടുത്ത് ചോദിക്കുന്നുണ്ടാവുക. വാട്ട് ഹെൽപ്പ് ഈസ് നീഡഡ്, എന്ത് സഹായമാണ് വേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. ഇപ്പോൾ റഷീദ് പറഞ്ഞിട്ടുണ്ടാവും വെള്ളം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടാവും. ആർക്കാണെന്ന് ചോദിച്ചിട്ടുണ്ടാവും. റഷീദ് ഇങ്ങനെ മരത്തിന് ചുള്ളിക്കുന്ന പറയും. അടുത്ത് എന്താ പറയുക? ഓക്കെ, ഞാൻ വെള്ളം തരാം എന്ന് പറയുന്ന അങ്ങനെയൊക്കെ എന്ത് ചെയ്യാം? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതാനുള്ളതാണ്. എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. അതുപോലെ പ്ലക്കാർഡ്സ്. ഹിയർ ആർ സം പ്ലക്കാർഡ്സ് അബൌട്ട് ഫോറസ്റ്റ് കൺസർവേഷൻ. അപ്പോൾ ഫോറസ്റ്റിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള 2 പ്ലക്കാർഡ്സ് ഇവിടെ ഉണ്ട്. പ്രിപ്പയർ 2 പ്ലക്കാർഡ്സ് അബൌട്ട് വാട്ടർ കൺസർവേഷൻ ടു ഡിസ്പ്ലേ ഇൻ യുവർ സ്കൂൾ കോമ്പൗണ്ട്. സ്കൂൾ കോമ്പൗണ്ടിൽ വയ്ക്കാൻ വേണ്ടി വാട്ടർ കൺസർവേഷനെ സംബന്ധിച്ച് 2 പോസ്റ്റർ എഴുതുക. നിങ്ങൾ പഠിച്ചിട്ടുള്ള 2 പോസ്റ്റർ ഉണ്ടാവും. എന്താണ്? സേവ് വാട്ടർ, അത് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. സേവ് വാട്ടർ, സേവ് ലൈഫ്. അടുത്ത നമുക്ക് എഴുതാം നോ വാട്ടർ, നോ ലൈഫ്. പിന്നെന്താണ്? കൺസേർവ് വാട്ടർ, കൺസേർവ് ലൈഫ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് എഴുതാം. ഇതിൽ നിങ്ങളുടെ ആശയത്തിനനുസരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആക്ടിവിറ്റി 6 ആണ്. ആക്ടിവിറ്റി 6 ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ്. ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്കറിയാലോ. നിങ്ങൾക്ക് സ്റ്റോറിയിൽ തന്നെ നിങ്ങളുടെ ഇതിൽ പഠിക്കാനുണ്ട്. വേറൊരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എങ്ങനെയായിരുന്നു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുക? ഫസ്റ്റ് എന്താ വേണ്ടേ? ഇവിടെ നൽകിയിട്ടുള്ളത് യു ഹാവ് റീഡ് ദ സ്റ്റോറി ഓഫ് എ യങ് ഗേൾ ആര്യ. ഷീ ബിക്കേം എ ഫൈറ്റർ പൈലറ്റ്. ദ പീപ്പിൾ ഓഫ് ദ ബോളി വില്ലേജ് ഓണേഡ് ആര്യ ഫോർ ഹെർ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ആര്യ നേടിയ ആ ഒരു അച്ചീവ്മെന്റിന് പ്രശംസിക്കാനായിട്ട് എന്താണ്? ഫൈറ്റർ പൈലറ്റ് ആയല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശംസ, ന്യൂസ് റിപ്പോർട്ട് പ്രശംസിച്ചു എന്നുള്ളതിൻ്റെ ന്യൂസ് റിപ്പോർട്ട് എഴുതാനാണ്. ഓണറിങ് ആര്യ ദ ഫൈറ്റർ പൈലറ്റ് 25/11/2024. ഈവന്റ് നൽകിയിട്ടുണ്ട്. ഓണറിങ് ആര്യാണ്. ഡേറ്റ് നൽകിയിട്ടുണ്ട്. വെന്യൂ നൽകിയിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് ആരാണെന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ന്യൂസ് റിപ്പോർട്ട് എഴുതുമ്പോൾ ഫസ്റ്റ് എന്താ നൽകേണ്ടേ? ഫസ്റ്റ് ഹെഡിങ്. എല്ലാവരും ഹെഡിങ്, നല്ലൊരു ഹെഡിങ് കൊടുത്തുപോലെ വലുതായിട്ട് എഴുതണം അല്ലേ? ഹെഡിങ് നമ്മൾ നോർമൽ ലെറ്ററിനേക്കാളും വലുതായിട്ടൊരു ഹെഡിങ് കൊടുക്കുക. ഫസ്റ്റ് ഹെഡിങ് ആണ്. അത് കഴിഞ്ഞ് എന്താ എഴുതാനുള്ളത്? പ്ലേസ് ആണ് എഴുതാനുള്ളത്. പ്ലേസ് എഴുതിയ ശേഷം ഡബിൾ കോട്ട്സ്, 2 ഇതുപോലെ ഒരു ഡബിൾ കോട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഡേറ്റ് എഴുതിയിട്ട് എന്ത് ചെയ്യാം? എന്താണ് സംഭവം നടന്നത് എന്ന് എഴുതുക. എന്താണ് നടന്നത്? ആരാണ് ആദരിച്ചത്? ആദ്യം എഴുതാനുള്ളത് എന്താണ് നടന്നത്. അതിനുശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ എഴുതണം. ഇന്ന തീയതി ഇന്ന സ്ഥലത്ത് വെച്ച് ഡിസ്ട്രിക്ട് കളക്ടർ ആര്യയെ ആദരിച്ചു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? നമുക്ക് എഴുതാം. ഓണറിങ് ചെയ്തു എന്നുള്ള കാര്യം എഴുതാം.
ഓക്കെ, അപ്പൊ ന്യൂസ് റിപ്പോർട്ട് എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടാവുമല്ലോ. നെക്സ്റ്റ് അനൗൺസ്മെന്റ് ആണ്. അനൗൺസ്മെന്റ്. Here is a letter from the president of Kenya to Rebecca about his visit to her school. കെനിയയിലെ പ്രസിഡന്റ് റെബേക്കയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി സ്കൂളിൽ വരുവാണ്. റീഡ് ദ ലെറ്റർ ആൻഡ് പ്രിപ്പയർ അനൗൺസ്മെന്റ് അബൌട്ട് ദ വിസിറ്റ്. അപ്പോൾ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ട്. കെനിയയുടെ പ്രസിഡന്റ് ഒരു ലെറ്റർ റെബേക്കയ്ക്ക് എഴുതിയിട്ടുണ്ട്. നൈറോബി, December 4, 2024. Dear Rebecca, I would like to congratulate you for your outstanding efforts in saving nature. I am visiting your school on January 26, 2025 to appreciate you and your school. Regards the President Kenya. അപ്പോൾ ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. കെനിയയിലെ പ്രസിഡന്റ് റെബേക്കയ്ക്ക് ഒരു ലെറ്റർ അയച്ചിട്ടുണ്ട്. ഇത് ഈ വിസിറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഒരു അനൗൺസ്മെന്റ് ആയിട്ട് എഴുതുക. അനൗൺസ്മെന്റ്. അപ്പോൾ അനൗൺസ്മെന്റ് എഴുതാൻ നമ്മൾ പഠിച്ചു. റെബേക്കയുടെ ഇതിൽ തന്നെയാണ് റെബേക്ക ദ ചേഞ്ച് മേക്കർ. അതിൽ തന്നെ ഒരു അനൗൺസ്മെന്റ് എഴുതാനായിട്ടുണ്ട്. അറിയാലോ, പരിസ്ഥിതി ക്ലബ് കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ച് ഒരു ഫിലിം ഫെസ്റ്റിവൽ നടത്താൻ തീരുമാനിച്ചു. അങ്ങനെ മോർണിംഗ് അസംബ്ലിയിൽ എന്ത് ചെയ്യുക, ഒരു അനൗൺസ്മെന്റ് സ്ക്രിപ്റ്റ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്യാം, ഇന്ന ദിവസം ഇങ്ങനെ വരുവാണെന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെന്റ് തയ്യാറാക്കുക. ലാസ്റ്റ് താങ്ക് യു, ഫസ്റ്റ് ഗുഡ് മോർണിംഗ് എവരിവൺ, അങ്ങനെ പറഞ്ഞ് എന്ത് ചെയ്യുക, അനൗൺസ്മെന്റ് റെഡിയാക്കുക. ഓക്കെ, ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇപ്പോൾ എക്സാം എല്ലാവരും നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് അടുത്ത എക്സാമിനായിട്ടും അടുത്ത ക്ലാസ്സസിനുമായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.